ഷോർ ഓഫ് ഗ്രേസിൻ്റെ 5ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല സ്നേഹിതയെ കിട്ടുക എന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ ഭാഗ്യം എത്ര പേർക്കുണ്ട്? ഇന്നത്തെ ഈ ജനറേഷനിൽ അത് വളരെ വിരളമാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് പോലും എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടാകും. ആരെയും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാലമാണ്. ഈ അവസ്ഥകളിലും ഒരു സ്വാർത്ഥ ആഗ്രഹങ്ങളുമില്ലാതെ സ്വന്തം ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ഒരു സഖിയെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എന്തു നല്ലോർ സഖി യേശു. എൻ്റെ ജീവിതയാത്രയിൽ നല്ല സഖിയെന്നും കൂട്ടുകാർ എന്നും ഞാൻ വിശ്വസിച്ചിരുന്ന പലരും മാറിപ്പോകുന്നത് കണ്ണിറഞ്ഞു നോക്കി നിന്നപ്പോഴും ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ യേശുനാഥൻ എന്നോട് പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏതു വേദനയിലും കഷ്ടത്തിലും ശോധനയിലും ഞാനുണ്ട് നല്ല സഖിയായി കൂടെ എന്നാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കളായ 2 പേർ ഒന്നിച്ചിരുന്ന് എഴുതിയ ഗാനമാണ് ഇത് എന്നാണ് രചയിതാവായ സ്ക്രിവൻ പറഞ്ഞിട്ടുള്ളത്. 1819 അയർലൻഡിൽ ധനികരും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ജീവിച്ചവരും ദൈവഭക്തരുമായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് സ്ക്രിവൻ ജനിച്ചത്. ബുദ്ധിശാലിയും ഉന്നത വിദ്യാഭ്യാസവും കരസ്ഥമാക്കിയ ആളുമായിരുന്നു അദ്ദേഹം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരു അത്യാഹിത നിമിത്തം ജന്മനാടും സ്വന്തം വീടും വിട്ട് കാനഡയിലുള്ള പോർട്ട് ഹോപ്പിലേക്ക് അദ്ദേഹം താമസം മാറ്റി. 1000 പ്രതീക്ഷകളോടും കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും വിവാഹിതനാകുവാൻ തീരുമാനിച്ചു. അനുയോജ്യമായ വധുവിനെ കണ്ടു. വിവാഹം ഉറപ്പിക്കപ്പെട്ടു. പക്ഷേ വിവാഹം നിശ്ചയിച്ചിരുന്ന ദിവസത്തിൻ്റെ തലേ രാത്രിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് വധു മുങ്ങി മരിച്ചു. ദുഃഖം അടക്കാനാവാത്ത സ്ക്രിവൻ വിശ്വാസത്തിൽ പതറിയില്ല. സ്വാന്തനവും സമാധാനവും നൽകുന്ന കർത്താവിൻ്റെ മാർവിൽ ചാരി. ഏത് പ്രതിസന്ധിയിലും മാറാതെ നിൽക്കുന്ന നല്ല സഖി യേശു മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. തിക്താനുഭവം നന്മയ്ക്കായി തീർന്നു എന്നതാണ് വാസ്തവം. സ്ക്രിവിൻ്റെ ജീവിതത്തിന് സമൂല മാറ്റം സംഭവിച്ചു. ആത്മീയ ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് നല്ല സഖിയായ യേശുവിനെ പോലെ ആതുര സേവനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നല്ല സഖിയായി താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ആതുര സേവനത്തിനായി നീക്കിവെച്ചു. തൻ്റെ സ്ഥാനമാനങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. തീർത്തും യേശുക്രിസ്തു കാണിച്ച മാതൃക അന്വർത്ഥമാക്കുവാൻ ആവോളം പ്രയത്നിച്ചു. നല്ല ശമരിയൻ എന്ന് പേരിട്ട് പോർട്ട് ഹോപ്പിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ അംഗീകരിച്ചു. ഒരു ദിവസം രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ നിശബ്ദമായ നിമിഷത്തിൽ യേശുക്രിസ്തുവിനെ തേജസ്സോടുകൂടെ കാണുവാൻ ഇടയായിത്തീർന്നു. സൂര്യശോഭയാൽ ചന്ദ്രൻ ശോഭാപൂർണയാകും പോലെ ക്രിസ്തുവിൻ്റെ മുഖതേജസ് സ്ക്രിവൻ്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു. ഈ പ്രകാശവലയത്തിലായ സമയം അദ്ദേഹം ഇങ്ങനെ പാടി: വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അയർലൻഡിലായിരുന്ന മാതാവിൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ വാത്സല്യ മാതാവിനെ ആശ്വസിപ്പിക്കുവാൻ സ്വാന്തനമായി എഴുതിയ കത്തിലും ഏറ്റവും നല്ല സഖി യേശു മാത്രമാണെന്ന് താൻ എഴുതി. സ്ക്രിവിൻ്റെ ജീവിതാവസാനത്തിൻ്റെ ചില നാളുകൾ താൻ രോഗക്കിടക്കയിലായി. ഒരു ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തിനായി പ്രാർത്ഥിപ്പാൻ വന്നപ്പോൾ രോഗക്കിടക്കയുടെ അരികിൽ കീറിയ കടലാസിൽ എഴുതി വച്ചിരിക്കുന്ന വരികൾ ആവർത്തിച്ച് വായിച്ച് സന്തോഷിച്ചു. ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്ക്രിവൻ പറഞ്ഞത്, ഞാനും എൻ്റെ നല്ല സഖിയായ കർത്താവും ചേർന്ന് എഴുതിയ ഗാനമാണിത് എന്നാണ്. ഇന്നും എല്ലാ തലങ്ങളിലുമുള്ള ഏതൊരുവനും സന്തോഷമായി പാടുന്ന പ്രസിദ്ധമായ ഗാനം അങ്ങനെ നമുക്ക് ലഭിച്ചു. ഈ ഗാനം ഇന്ന് നാം കേൾക്കുമ്പോൾ ഈ നല്ല സഖിയായ യേശുനാഥനെ കുറെ കൂടെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. എന്തു നല്ലോർ സഖിയേശു, പാപദുഃഖം വഹിക്കും, എല്ലാം
യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ, ഏവിധ ദുഃഖങ്ങളും ലേശവുമധൈര്യം വേണ്ട, ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ, ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ, തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടെല്ലാം. ഉള്ളം കയ്യിൽ ഈശൻ കാക്കും, അങ്ങുണ്ടാശ്വാസമെല്ലാം. എന്തു നല്ലോർ സഖിയേശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. ചൊല്ലിടായിക നിമിത്തം.